തൃശ്ശൂർ പൂരം കാണാൻ പയ്യന്നൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടു. തൃശ്ശൂരിൽ എത്തിച്ചേർന്നപ്പോൾ ഞാൻ അധികവും കഴിക്കാറുള്ള വഴനയില അപ്പം കഴിക്കുവാനായി അവിടെയുള്ള ഒരു ഷോപ്പിലേക്ക് പോയി. അവിടെ എത്തി. അവിടെ പതിവ് പോലെ വഴനയില അപ്പം ഉണ്ടായിരുന്നു. അത് ഞാൻ കഴിക്കുകയാണ്. ഇതൊക്കെ കഴിച്ചിട്ട് വേണം നല്ല എനർജിയൊക്കെ ഉണ്ടായിട്ട് തൃശ്ശൂർ പൂരത്തിലൊന്ന് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം നമ്മൾ റെസ്റ്റിംഗ് റൂമിലെത്തി റെസ്റ്റ് എടുത്തു. ഇനി നേരെ കുറച്ച് കുളിയൊക്കെ കഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ നേരെ പൂരനഗരിയിലേക്ക് പുറപ്പെടുകയാണ്. ഇത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൃശ്ശൂർ ലവ് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. തൃശ്ശൂർ ഒരു വളരെ മനോഹരമായ ഒരു ടൗണാണ്. ഞാനതിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. പുലർകാലത്തുള്ള സൂര്യോദയമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇവിടെ ഇപ്പോൾ 6 മണി ആവുന്നതേ ഉള്ളൂ. സൂര്യൻ കിഴക്കുദിച്ചു. ഇനി പൂരത്തിൻ്റെ നാളുകളാണ് ഇവിടെ. തൃശ്ശൂർ പൂരം ലോകത്തിൻ്റെ തന്നെ ഒരു പൂരമാണ്. അങ്ങനെ ജംഗ്ഷനിലേക്ക് ഇറങ്ങി അവിടുന്ന് കുറച്ച് സമയം അവിടുത്തെ ബസ്സൊക്കെ പോകുന്നതൊക്കെ നോക്കി നിന്നു. ഗുരുവായൂരേക്കുള്ള ബസ്സൊക്കെയാണ് പോയിരിക്കുന്നത്. ആ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന കാണുന്നില്ല. അതിൻ്റെ നേരെ നടന്നു കഴിഞ്ഞാൽ കിഴക്ക് ദിക്കിലോട്ട് നടന്നു കഴിഞ്ഞ് പൂരനഗരിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പൂരത്തിന് തയ്യാറായി പൂരം ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ നടക്കുന്ന ആൾക്കാരും പൂരാഘോഷത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആനയും ആണ് ആ കണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ നടന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് പൂരനഗരിയിലേക്കും വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലാവും. ആനകളൊക്കെ ഓരോന്നായി ഒരുങ്ങി വരുന്നുണ്ട്. പൂരത്തിനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വടക്കുംനാഥ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അവിടെ എത്തിച്ചേർന്നു. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പോലീസുകാരെയും കാണാം. മുല്ലപ്പൂ വിൽക്കുവാൻ നിൽക്കുന്ന ഒരു ചേട്ടനെയും കാണാം. അങ്ങനെ ഭക്തി നിർഭരമായ ആ അന്തരീക്ഷത്തിലേക്കും ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കവാടം കടന്നു കഴിഞ്ഞാൽ പൂരനഗരിയായി. പൂരത്തിന് വടക്കുംനാഥ ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാവിധത്തിലും. അതാ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ. അമ്പലത്തിൻ്റെ മുന്നിൽ കുറച്ചു നേരം നിന്ന് കതിന പൊട്ടിക്കുന്നത് കണ്ടു. ഒരു ചേട്ടൻ ഓടക്കുഴൽ വിൽക്കുന്നു. മറ്റൊരു ചേട്ടൻ ചന്തയും മറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് തൊട്ടടുത്ത് തന്നെയുണ്ട്. ഒരുപാട് പേർക്ക് ജീവനോപാധിയാണ് ഈ തൃശ്ശൂർ പൂരം. കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ പൂരനഗരി അമ്പലത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായി ഓടക്കുഴൽ വായിച്ചുകൊണ്ട് ആ ചേട്ടൻ ഓടക്കുഴൽ വിൽപ്പന നടത്തുന്നു. ജയരാജ് വാര്യരും നിങ്ങൾക്ക് അവിടെ കാണാം. ചാനലുകാരുമായിട്ട് പൂരത്തെക്കുറിച്ച് പറയുകയാണ്. ഞാൻ
മേളം തുടങ്ങുന്നതിന് വേണ്ടിയും പൂരം തുടങ്ങുന്നതിന് വേണ്ടിയുമുള്ള കാത്തിരിപ്പിലാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ മേളത്തിൻ്റെ പെരുമഴ തീർത്തുകൊണ്ട് വാദ്യക്കാരും ആനയും സംഘവും എല്ലാം എത്തും. മനസ്സിനും കണ്ണിനും കാതിനും ഒരുപോലെ കുളിർമ നൽകുന്ന ഒരു അനുഭവമാണ് തൃശ്ശൂർ പൂരത്തിലൂടെ നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ അനുഭവം ലോകത്തിൻ്റെ മറ്റെവിടെ പോയാലും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കില്ല. ഇനി പൂരത്തിലേക്ക് അലിഞ്ഞു ചേരാം. വാദ്യക്കാരും സംഘവും എത്തിക്കഴിഞ്ഞു. ഇനി ആനയും മേളവുമായി നമുക്കങ്ങ് പൂരത്തിൽ അലിഞ്ഞു ചേരാം.
പൂരമൊക്കെ ആസ്വദിച്ചതിന് ശേഷം വിശപ്പ് മാറ്റാനായി തൊട്ടടുത്തുള്ള ഹോട്ടലിൽ ചെന്നു അവിടെ നിന്ന് മുട്ട റോസ്റ്റും പൊറോട്ടയും കഴിച്ചു. പൂരം ആസ്വദിക്കണമെങ്കിൽ നമുക്ക് വിശപ്പുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഞാനതൊക്കെ കഴിച്ചിട്ട് അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം മുന്നോട്ട് വീണ്ടും പൂരം കാണുവാനായി നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂരനഗരിയിലൂടെ വീണ്ടും ചുറ്റി സഞ്ചരിച്ച് കാഴ്ചകളൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുക. പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനന്ത സാഗരം പോലെയാണ്. നമുക്ക് കണ്ടു തീർക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഓരോ കാഴ്ചയും ഓരോ വർഷം കാണുന്ന കാഴ്ചയും വ്യത്യസ്തമാണ്. നമ്മുടെ ആസ്വാദനവും വ്യത്യസ്തമാണ്. പൂരത്തിന് ഓരോ വർഷവും ഓരോ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കാൻ സാധിക്കും. കുറേയധികം അമ്പലത്തിന് മുന്നിലൂടെ ചുറ്റിത്തിരിഞ്ഞ് നടന്നുകൊണ്ടേയിരുന്നു. പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും തേടി എല്ലാവരും പൂരത്തിൻ്റെ കാഴ്ചകളും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. സർക്കസുകാരൻ ആയി ഡാൻസും സർക്കസൊക്കെ ആയിട്ട് ഒരാൾ അപ്പോൾ ഇടവേളയിൽ നടന്നു വന്നു. അവരുടേത് കൂടിയാണ് ഈ പൂരം. മാജിക്, സർക്കസ് ഇവരൊക്കെ ഉണ്ടാവും ഈ പൂരത്തിൽ. വീണ്ടും അടുത്ത മേളക്കാരും ആനയും തുടങ്ങി എല്ലാം എത്തിച്ചേർന്നു. ഇനി വീണ്ടും മേളപ്പെരുമ തീർത്തുകൊണ്ട് വാദ്യക്കാർ അങ്ങനെ ആ മേളം കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് വീണ്ടും നടക്കാനിറങ്ങി. ഒരു ആന ഈ കൊടും ചൂട് തണുപ്പിക്കുന്നതിനായി കുളിക്കുന്നത് കാണാം. ദേഹമൊന്ന് തണുക്കട്ടെ വീണ്ടും നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ വീണ്ടും ഒരു ഓടക്കുഴൽ നിൽക്കുന്ന ചേട്ടനെ കണ്ടു. അതിമനോഹരമായി തന്നെ ചേട്ടൻ വായിച്ചു കൊണ്ടിരിക്കുന്നു. വീണ്ടും പൂരത്തിനായി തയ്യാറെടുക്കുന്ന വേറൊരാന, അല്ലെങ്കിൽ പൂരം കഴിഞ്ഞ് മടങ്ങുന്ന വേറൊരാനയെ കാണാം. ആ ആന തൃശ്ശൂരിൻ്റെ നഗരവീതിയിൽ എങ്ങോട്ടോ മാഞ്ഞുപോയി. വീണ്ടും വിശപ്പ് വന്നു. ഭക്ഷണം ഇടയ്ക്ക് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പൂരം ആസ്വദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു മസാല ദോശ കഴിക്കാനായി വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. അവിടെ നിന്നും അടിപൊളി ഉഗ്രൻ മസാല ദോശയായിരുന്നു. അതും കഴിച്ച് വീണ്ടും എൻ്റെ യാത്ര തുടർന്നു. ഞാൻ പൂരം കണ്ട് കുടമാറ്റമൊക്കെ കണ്ടതിന് ശേഷം ട്രെയിനിൽ കയറി വീണ്ടും പയ്യന്നൂരിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ഞാൻ പിറ്റേ ദിവസം രാവിലെ പയ്യന്നൂരിൽ എത്തിച്ചേർന്നു.